ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തനംമാറ്റ് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്നൊരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നാണെന്നുണ്ടെങ്കിൽ അനാമികയുടെ അടുത്ത് നവീൻ പറയുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് മൂർത്തി മുത്തശ്ശനെ പോയി കാണണം, എന്നിട്ട് നിങ്ങൾ പറയണം ഈ ബന്ധം വേർപെടുത്താൻ താല്പര്യമില്ലെന്ന്. അപ്പം അനാമികയുടെ അച്ഛൻ പറയണ്ട, അതെന്തിനാ ഞങ്ങൾ അങ്ങനെ പറയണത്, ഞങ്ങൾക്ക് എത്ര കോടി രൂപ കിട്ടുന്നു എന്ന് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി, പൈസ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ മണ്ടന്മാരാണോ, വെറും അവയാള് പൈസ തരില്ലെന്ന് ഉറപ്പാണ്, പിന്നെ തന്നാലോ 1-2 കോടി തരും. മൂർത്തി മുത്തശ്ശന് കോടിക്കണക്കിന് സ്വത്തുണ്ട്, അതിൽ നിന്ന് ഇത്രയും രൂപയാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് തന്നെ വേണ്ടേ, അനിയുടെ സമ്പത്തിന്റെ പകുതിയെങ്കിലും വേണം, അതല്ല അതിന്റെ ന്യായം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, കോടതിയിൽ പോകുമ്പോഴേക്കും കറക്റ്റായിട്ട് നിങ്ങൾ പറയണം, എന്തൊക്കെ സംഭവിച്ചാലും ഈ ബന്ധം പിരിയാൻ പറ്റില്ലെന്ന് പറയണം. അവസാനം നിവർത്തി കെട്ട് അനി മുത്തശ്ശനും കൂടി സമ്മതിച്ചോളും, എത്ര കോടിക്കണക്കിന് രൂപ വേണമെങ്കിൽ തരാമെന്ന്, അതോടെ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. എന്താ, അത് നല്ലൊരു ഐഡിയ അല്ലേ? അത് മനസ്സിലാക്കി അനാമികയും അച്ഛനും അത് നല്ലൊരു ഐഡിയ എന്ന് ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് വിചാരിക്കണം. പക്ഷേ അത് കഴിഞ്ഞിട്ട് അബി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ദേ നിങ്ങൾ മുത്തശ്ശന് വന്ന് കാണണം, എന്നിട്ട് എത്ര രൂപ വേണമെങ്കിലും ചോദിച്ചോ, മുത്തശ്ശൻ തരുമെന്നേ എന്നൊക്കെ പറയണം. പിന്നെ നിങ്ങൾ എനിക്ക് പകുതി പൈസ തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, കിട്ടണതിന്റെ പകുതി, അത് ഇനി എനിക്ക് വേണ്ട, ഞാൻ ഇപ്പൊ കോടീശ്വരനാണ്. കോടീശ്വരനോ, എന്നാ മോനെ അവിടെ വരാനുള്ള ചിലവിന് 2000 രൂപ താടാ. എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ മൂർത്തി മുത്തശ്ശനോട് ചോദിക്കേ എന്ന് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് പോകുകയാണ്. അപ്പൊ നമ്മുടെ അനാമികയും അച്ഛനും കൂടി നാളെ തന്നെ മുത്തശ്ശനെ പോയി കണ്ടിട്ട് ഒരു 5 കോടി രൂപ വേണോന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പോണത്. മുത്തശ്ശൻ രണ്ടിനെ ആട്ടി വിടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അനാമികയും അച്ഛനും കൂടിയിട്ട് നേരെ വക്കീൽ ഓഫീസിലേക്ക് പോവാണ്. വക്കീലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അനിയനെയും കൂടി വിളിക്കുന്നുണ്ട്. ശേഷം സംസാരിക്കുകയാണ് 2 പേർക്കും. അപ്പൊ അനാമിക പറയണ്ടേ, ഇത്രയും നാള് പൈസ തരാണെങ്കിൽ ബന്ധം വേർപെടുത്താന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്, പക്ഷെ ഇപ്പൊ എന്റെ തീരുമാനം മാറ്റാണ് എന്ന് പറയാണ്. അപ്പൊ വക്കീൽ ചോദിക്കണ്ട്, അതെന്താ ഇപ്പൊ തീരുമാനം മാറ്റുന്നത്? അത് വേറൊന്നുമല്ല, എനിക്ക് ഇവനെ വിട്ടുപിരിയാൻ പറ്റില്ല എന്ന് പറയാണ്. അത് കേട്ടിട്ട് എനിക്കാകെ ഷോക്ക് ആവട്ടോ, നീ എന്താ പറയണത്, ഇത്രയും നാള് നിനക്ക് ഡൈവേഴ്സ് വേണോന്നായിരുന്നു, ഇപ്പൊ നീ പറഞ്ഞു ബന്ധം വേർപെടുത്തേണ്ട, നിനക്ക് എന്നെ വേണോന്ന്, അതിന് നിനക്ക് എന്നെ എന്തിനാടി, ഞങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും സ്നേഹത്തോടെ ജീവിച്ചിട്ടുണ്ടോ, ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞിട്ടുണ്ടോ, പിന്നെ എന്തിനാ നമ്മൾ ഒരുമിച്ച് ജീവിക്കണത്, അതൊന്നും എനിക്കറിയില്ല, നീ എന്റെ ഭർത്താവാണ്, എന്റെ കഴുത്തിൽ ഒരേ ഒരാളെ താലി കിട്ടിട്ടുള്ളൂ, അത് നീയാണ്, അതുകൊണ്ട് നിന്നായിട്ടുള്ള ബന്ധം വേർപെടുത്താൻ എനിക്ക് സാധിക്കില്ല, എനിക്ക് വേണം നിന്നെ, ഞാൻ ബന്ധം വേർപെടുത്താൻ എനിക്ക് സാധിക്കില്ല. വക്കീലോട് പറയണ്ടേ, എന്തൊക്കെ സംഭവിച്ചാലും ഈ കേസിന് വേണ്ട, ഞാൻ ഇവരായിട്ടുള്ള ബന്ധം വേർപെടുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് പോവാണ്. അതെനിക്ക് വലിയൊരു തിരിച്ചടി ആവാട്ടോ. അനി വേഗം തന്നെ നവീനെ വിളിക്കുന്നുണ്ട്. നവീനെ എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുകയാണ്. ഹലോ പറയടാ അനി എന്ന് പറയുമ്പോ, എടാ ഒരു പ്രശ്നമുണ്ട്, എന്താണ് പ്രശ്നം, എന്താണെങ്കിലും പറഞ്ഞോ. എടാ അനാമിക ഇപ്പൊ പറയാണ് അവൾക്ക് ബന്ധം വേർപെടുത്താൻ താല്പര്യമില്ലെന്ന്. അവൾ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. ഇനിയിപ്പൊ എന്താ ചെയ്യാ? അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്തോ വലിയ കളി കാണുന്നുണ്ട്, അതായത് നിന്റെ അടുത്ത് എത്രയോ ഒരുപാട് പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അതാടാ, ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണോലാടാ, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. നിനക്ക് എന്താണ് ഇപ്പൊ എത്ര പെട്ടെന്ന് ബന്ധം വേർപെടുത്തണമെന്ന് പറയണത്? എന്താ നീ വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അതൊന്നും അല്ലടാ, അവളെന്ന് പറഞ്ഞ മാരണത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ശരി ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നവീൻ ഫോം വെക്കാണ്. ശേഷം നവീൻ മനസ്സിൽ വിചാരിക്കുകയാണ്, എടാ നീ എത്രയൊക്കെ തലകുത്തി മാറിയാലും നിന്റെ ജീവിതത്തിൽ നിന്ന് അനാമിക പോവില്ല, നിനക്ക് വേണ്ടി എത്ര നാളെ നന്ദു കാത്തിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അവളുടെ വീട്ടുകാർ തന്നെ പറയും, അവരാലോചിക്കുന്ന ബന്ധത്തിന് സമ്മതം മൂടാനായിട്ട്. നന്ദുവിനെ പോലത്തെ പെണ്ണ് വീട്ടുകാരെ വിഷമിപ്പിക്കില്ല, അവൾ എന്തായാലും വിവാഹത്തിന് സമ്മതം മൂടും, ആ പയ്യൻ ഞാൻ തന്നെയായിരിക്കും, അതൊരിക്കലും നീ ആയിരിക്കില്ല, നിനക്ക് നന്ദുവിനെ കെട്ടാനുള്ള ഒരു അർഹതയില്ല എന്നൊക്കെ നവീൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. നന്ദുവിനെ കെട്ടാൻ വേണ്ടി നിന്നെ കൊല്ലാൻ പോലും ഞാൻ മടിക്കില്ല. അങ്ങനെ നമ്മൾ ഇതുവരെ പാവപ്പെട്ട രീതിയിൽ കണ്ട നവീൻ ഇനി വില്ലനായി മാറുവാട്ടോ. അതായത് നന്ദു അനിയൻ കാണുന്ന ആ ഒരു സന്ദർഭം വരുമ്പോഴൊക്കെ അതിൻ്റെ ഇടയിൽ നവീൻ കയറി കളിച്ച് അവർ രണ്ടുപേരും ഒരിക്കലും കാണാൻ പറ്റാത്ത തരത്തിലേക്ക് ആക്കുവാണ്. പതുക്കെ നവീൻ തന്റെ ആവശ്യം നമ്മുടെ കനകയെടുത്ത് ഗോവിന്ദനോട് തുറന്നു പറയാണ്. എനിക്ക് നന്ദുവിന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മേനെയും കൂട്ടിക്കൊണ്ടു വരാം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ കനകക്കും ഗോവിന്ദനും സന്തോഷമാവാണ്. നവീനെ പോലത്തെ നല്ലൊരു പയ്യനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. അതുകൊണ്ട് തന്നെ അവര് പറയേണ്ടത്, മോൻ കൂട്ടിക്കൊണ്ടുവന്നോ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ഞങ്ങൾക്ക് മോനെ പോലത്തെ നല്ലൊരു മരുമകനെയാണ് വേണ്ടത് എന്ന് പറയാണ്. നവീൻ വീട്ടിലെ അമ്മയടുത്ത് പറയുമ്പോൾ അമ്മ അതിനൊന്നും ഒട്ടും സമ്മതിക്കുന്നില്ല. എനിക്ക് അതുപോലത്തെ മരഞ്ചാടി പെണ്ണുങ്ങളല്ല വേണ്ടത്, വീട്ടിൽ അടക്കം ഒതുക്കായിട്ട് നിൽക്കുന്ന പെണ്ണുങ്ങളെയാണ് വേണ്ടത്. നവീൻ പറയേണ്ട, അമ്മേ മര്യാദക്ക് എന്നെ നന്ദുവായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എന്നെ ഒരു വിവാഹവും ഇനി കഴിക്കില്ല എന്ന ഒറ്റക്കാലി നിൽക്കാണ് നവീൻ. അതുകൊണ്ട് തന്നെ പിന്നെ നവീന്റെ അച്ഛനും അമ്മയും സമ്മതിക്കണം. അങ്ങനെ അവരുടെ വിവാഹം ഓട്ടോമാറ്റിക്കലായിട്ട് വീട്ടുകാർ തമ്മിൽ നിശ്ചയിച്ചതാണെന്ന രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടി നവീൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ.
അനി എടുത്ത് പറയണ്ടടാ, എനിക്കൊരിക്കലും ഒന്നും അറിയില്ലായിരുന്നു, വീട്ടുകാർ തമ്മിലാണ് വിവാഹം ഉറപ്പിച്ചത് എന്നൊക്കെ രീതിയിൽ നന്നായിട്ട് അഭിനയിക്കുകയാണ് നമ്മുടെ നവ്യ. അനിക്കാണെങ്കിൽ ആകെ പെട്ടുപോയ അവസ്ഥ. അനാമികയാണെങ്കിൽ വിവാഹബന്ധം വേർപെടുത്തണമില്ല, നവീനാണെങ്കിൽ ദേ നന്ദുവിന് വിവാഹം കഴിക്കാൻ പോകുന്നു. അവസാനം ഗതികെട്ട് നമ്മുടെ അനിയാണെങ്കിൽ അനാമികൾക്ക് എത്ര കോടി രൂപയാണ് വേണ്ടത് അത്രയും കോടി കൊടുക്കാന്ന് തീരുമാനിക്കുകയാണ്. അനാമികയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് എത്ര കോടിയാ വേണ്ടത്, എത്ര വേണമെങ്കിലും ഞാൻ തരാം, ബന്ധം ഒന്ന് വേർപെടുത്താം, എനിക്ക് അത്ര അർജന്റ് ആണ് എന്ന് അനി പറയുമ്പോൾ അനാമിക പറയണ്ട്, മുമ്പൊക്കെ 5-6 കോടി തന്ന ഞാൻ ബന്ധം വേർപെടുത്തി പോവായിരുന്നു, പക്ഷെ ഇപ്പൊ എന്റെ ഡിമാൻഡ് മാറി, ഇപ്പൊ എനിക്ക് മൊത്തം 15 കോടി തരണം. 15 കോടിയോ? നീ എന്താ വളരെ നിസ്സാരമായിട്ട് ചോദിക്കണത്? നിങ്ങൾക്ക് മൂർത്തി ജ്വല്ലറിക്കാർക്ക് 15 കോടിയൊക്കെ നിസ്സാരമല്ലേ? നിങ്ങൾക്ക് ഒരു വർഷം കിട്ടുന്ന വാർഷിക വരുമാനത്തിന്റെ പകുതി പോലില്ലല്ലോ 15 കോടി. അതുകൊണ്ട് 15 കോടി രൂപ എനിക്ക് തരണം, എങ്കിൽ മാത്രമേ ബന്ധം വേർപെടുത്താൻ പറ്റുള്ളൂ എന്ന് അനാമിക പറയണം. ആകെ അനി പെട്ടുപോകാട്ടോ. ഇതിന്റെ ഇടയിൽ നിന്ന് കളിച്ചത് നവീനാണെന്ന് അപ്പോഴും പാവം അനിക്ക് മനസ്സിലാകുന്നേയില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നന്ദുവിന് വിവാഹം കഴിക്കാൻ പോണത് നമ്മുടെ നവീൻ തന്നെയാണ് കേട്ടോ. അതേസമയം നമ്മുടെ മാളവികയാണെങ്കിൽ സത്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ആരാണ് ഈ കിങ് ഓഫ് കോബ്ര എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഡേവിഡിന്റെ ചുറ്റും ഇങ്ങനെ പരക്കം പായുന്നുണ്ട്. ഡേവിഡിന്റെ ഫോൺ എടുത്തിട്ട് എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ കിട്ടുവാണെങ്കിലോ, അങ്ങനെ ഫോൺ അടിച്ചു മാറ്റാൻ വേണ്ടി മാളവിക പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അതിനൊന്നും കഴിയുന്നില്ല. പക്ഷെ മാളവിക വേറൊരു സത്യത്തിലേക്ക് ചെല്ലുന്നുണ്ട്. വേറൊന്നുമല്ല, അബിയുടെ അനിയത്തിയും അതുപോലെ തന്നെ ഈ ഡേവിഡ് സാറൊക്കെ തമ്മിൽ നല്ല ബന്ധമുണ്ട്. അബിയുടെ അനിയത്തി ഇപ്പൊ നല്ലവളായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, പക്ഷെ അവളൊരു നല്ലവളല്ല. അവളും വലിയൊരു ഈ കിങ് ഓഫ് കോബ്രയുടെ എന്തോ ഒരു വലങ്കൈയാണ് എന്ന് മനസ്സിലാക്കുകയാണ് മാളവിക. ആ ഒരു കാര്യം നമ്മുടെ ആദർശിനോട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ള ആ അവന്തിക ഉണ്ടല്ലോ, അത് വിചാരിക്കുന്ന പോലെ ആളത്ര വെടിപ്പൊന്നല്ല, അവൾക്കും ഈ കിങ് ഓഫ് കോബ്രയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് പറയണം. ഇത് കേൾക്കുന്ന ആദർശ് പറയണ്ട്, അബിയും കിങ് ഓഫ് കോബ്രയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കായിരുന്നു, പക്ഷെ അവന്തിക അവളൊരു നല്ല പെൺകുട്ടിയാ, ഒരു പാവം പെൺകുട്ടിയാ. മാളവിക പറയുന്നുണ്ട്, എനിക്ക് അവളെ ശരിക്കും അറിയത്തൊന്നുമില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ആദർശ് സാറിനോട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പം മുതൽ ആദർശ് പതുക്കെ അവന്തികനെ ശ്രദ്ധിച്ചുറങ്ങാണ്. അവന്തികക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് കേട്ടോ. അവന്തിക പുറകെ നിന്ന് കളിക്കുവാണോ എന്നൊരു സംശയം നമ്മുടെ ആദർശിനുണ്ട്. ആദർശ് ഈ കാര്യം നയനെ എടുത്ത് പറയുന്നുണ്ട്. നയന പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം ആദർശ് കേട്ടാ, കുടുംബത്തിൽ തന്നെ ഒറ്റുകാരുണ്ടെങ്കിൽ ശരിക്കും സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് അവന്തികനെ ശ്രദ്ധിക്കണം, അവന്തികനെ മാത്രമല്ല അബീനെയും അവന്തികനെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയാണ്. പിന്നീട് കാണിക്കാൻ പോണ നമ്മുടെ നവ്യനെയാണ്. നവ്യക്കാണെങ്കിൽ ഒരു സമാധാനം കേട്ടോ. തന്റെ അനിയത്തി ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുകയല്ലേ, പക്ഷെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും, പക്ഷെ പോയല്ലേ പറ്റൂ, തനിക്ക് തന്റെ അനിയത്തിനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് നവ്യക്ക് മനസ്സിലാവാണ്. നവ്യ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് നേരെ പോകുവാണ്. എലിസബത്ത് ചോദിക്കേണ്ടത്, നവ്യയോ നിങ്ങളെന്താ ഇവിടെ വന്നത്? അത് കൊള്ളാം, എന്റെ അനിയത്തിയല്ലേ നയനെ, എനിക്കെന്താ കാണാൻ വന്നൂടെ? അതെ, നിങ്ങൾ കൊണ്ടുവന്നതൊന്നും നയന മേഡത്തിന് കൊടുക്കാൻ പറ്റില്ല, അത് നീയാണോ പറയണത്? നയന കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സിനെ നയനെ കൊണ്ട് തീറ്റിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് നവ്യ നയനയുടെ അടുത്തേക്ക് പോവാണ്. ശേഷം നയനെടുത്ത് സത്യങ്ങളൊക്കെ തുറന്നു പറയണം, മോളെ എനിക്ക് ചിലതൊക്കെ അറിയാം, പക്ഷെ എനിക്കൊന്നും ഇപ്പൊ വിട്ടു പറയാൻ പറ്റത്തില്ല. നീ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ലോകത്താരൊക്കെ നിന്നെ ചതിച്ചാലും നിന്റെ ചേച്ചി നിന്നെ ചതിക്കില്ല മോളെ എന്ന് പറഞ്ഞൊരു വാക്കും കൂടി നവ്യ നയനക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗമാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.